ഹരേ കൃഷ്ണ. ഇനി ഞാൻ നിങ്ങൾക്ക് നാഗലോകത്തിലെ മറ്റൊരു നാഗമായ കാർക്കോടകന്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വളരെ വലിയ വിഷ്ണു ഭക്തനാണ് കാർക്കോടകൻ എങ്കിലും അതീവ കൗശലക്കാരനും ആണ്. അദ്ദേഹം ഒരു ദിവസം നാരദ മുനിയുമൊത്ത് ചതുരംഗ കളിയിൽ ഏർപ്പെടേണ്ടായി. തോൽവിയുടെ വക്കത്തെത്തുന്ന കാർക്കോടകൻ അങ്ങനെ നാരദ മുനിയെ വഞ്ചിച്ച് കളിയിൽ വിജയിക്കാനായി തുടങ്ങി. അങ്ങനെ നാരദ മുനിയെ വഞ്ചിച്ചു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും നാരദ മുനി കാർക്കോടകനെ അതിതീവ്രമായി ശപിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ക്രീഡയിൽ പോലും വഞ്ചന പ്രവർത്തിക്കുന്ന നീ അതീവ കൗശലക്കാരൻ തന്നെ. അതുകൊണ്ട് നിന്നെ പോലൊരു ആജാനുബാഹുവായ സർപ്പം ഈ ഒരു പൃഥ്വി ലോകത്തിൽ ഒരു ഘോര വനത്തിൽ അനങ്ങാൻ പോലും കഴിയാതെ ഇനിയുള്ള നിന്റെ ജീവിതം ജീവിച്ചുകൊള്ളൂ എന്നതാണ് നാരദ മുനിയുടെ അതിതീവ്രമായ ആ ഒരു ശാപം എന്ന് പറയുന്നത്. ശാപമേറ്റ മാത്രയിൽ തന്നെ കാർക്കോടകന് താൻ പ്രവർത്തിച്ചതിന്റെ ആഘാതം മനസ്സിലായി. മാത്രമല്ല നാരദ മുനിക്ക് അത് എത്രയേറെ വിഷമമുണ്ടാക്കി എന്നും മനസ്സിലായി. അദ്ദേഹം ശാപമോക്ഷത്തിനായി നാരദ മുനിയോട് കേണ അപേക്ഷിച്ചു. നാരദ മുനി അദ്ദേഹത്തിന് ശാപമോക്ഷത്തിനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. ദ്വാപര യുഗത്തിൽ നളഭഗവാൻ നിന്റെ സമീപം എത്തി അദ്ദേഹം നിന്നെ അദ്ദേഹത്തിന്റെ കരസ്പർശനത്തിലൂടെ മോചിപ്പിക്കും. ശാപമോക്ഷം നിനക്ക് അപ്പോഴായിരിക്കും ലഭിക്കുക എന്നും നാരദ മുനി അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കാർക്കോടകൻ 800 വർഷങ്ങളോളം ആ ഘോരമായ വനത്തിനുള്ളിൽ ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാതെ അങ്ങനെ ചുറ്റിപ്പെടഞ്ഞ് അവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ ദ്വാപരയുഗമായി ആ നളഭഗവാൻ അദ്ദേഹത്തിന്റെ രാജ്യവും ദമയന്തിയും എല്ലാം ഉപേക്ഷിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ആ ഒരു വനത്തിന് അടുത്ത് എത്തുകയാണ്. അപ്പോഴാണ് ആ വനത്തിന് അതിഘോരമായി തീ പിടിക്കുന്നത്. അപ്പൊ തീ പിടിക്കുന്ന വനത്തിന്റെ ഉള്ളിൽ നിന്ന് കാർക്കോടകൻ വളരെ വലിയൊരു ഒച്ചയിൽ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതായി കേട്ടു. കാർക്കോടകന്റെ നിലവിളി കേട്ട് ആളിക്കത്തുന്ന ആ ഒരു കാടിനുള്ളിലേക്ക് പോകുമ്പോഴാണ് കാർക്കോടകൻ ആ അനങ്ങാൻ പോലും സാധിക്കാതെ വളരെ വലിയ രീതിയിൽ തന്നെ ഒച്ചയിട്ട് നിലവിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തന്നെ രക്ഷിക്കേണ്ടത് എന്ന് നളഭഗവാൻ കാർക്കോടകന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത്, അങ്ങയുടെ കൈകളിൽ കൈകൾ കൊണ്ട് എന്നെ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എന്ന്. അപ്പോൾ നളഭഗവാൻ അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് കാർക്കോടകനെ സ്പർശിക്കുകയാണ്. ഉടനെ തന്നെ കാർക്കോടകന് ശാപമോക്ഷം ലഭിക്കുകയുമാണ്. പിന്നീട് തനിക്ക് ശാപം കിട്ടാനുള്ള കാരണങ്ങൾ മുഴുവൻ നളഭഗവാനോട് വിശദീകരിക്കുകയാണ് കാർക്കോടകൻ. ദീർഘദർശിയായ ഒരു സർപ്പം തന്നെയാണ് കാർക്കോടകൻ. അതുകൊണ്ട് തന്നെ നളഭഗവാന് ശനിബാധ ഏറ്റിരിക്കുകയാണ് എന്നും അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ഗുരുതരമാണ് എന്നും മനസ്സിലാക്കി കാർക്കോടകൻ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വിഷം നളഭഗവാന്റെ മേലെ കുത്തിവെക്കുകയാണ്. ഒരു ദംശനത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിഷം നൽകുന്നത്. കാർക്കോടകന്റെ ദംശനം ഏൽക്കുന്ന മാത്രയിൽ തന്നെ അതിസുന്ദരമായ രൂപമുള്ള നളഭഗവാൻ അത്രയും വിരൂപയായ രൂപമായി മാറി. അപ്പോൾ അദ്ദേഹം നളഭഗവാൻ കാർക്കോടകനായോടായിട്ട് ചോദിക്കുകയാണ്, നിന്നെ സഹായിച്ചതിന്റെ പ്രത്യുപകാരമായിട്ടാണോ ഇത്തരം രീതിയിൽ എന്നെ ദംശിച്ചത് എന്ന്. അപ്പോൾ അദ്ദേഹത്തിനോടായിട്ട് കാർക്കോടകൻ പറയുന്നുണ്ട്, അങ്ങേക്കേറ്റ് ശനി ബാധയുടെ ആക്കം കുറയ്ക്കാനായിട്ടാണ് ഞാൻ ഇത്തരം ഒരു ദംശനം തന്നത് എന്നും മാത്രമല്ല ഒരു വിചിത്രമായ അത്ഭുതകരമായ ഒരു പട്ടുവസ്ത്രം നളഭഗവാന് പ്രദാനം ചെയ്ത് ഈ ഒരു വസ്ത്രം ഇനി ഭാവിയിൽ അങ്ങേക്ക് ഉപകരിക്കും എന്നും പറഞ്ഞ് കാർക്കോടകൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.